ഓർഡർ ശ്രദ്ധ ക്ഷണിക്കൽ. ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ, ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി. സർ, ലോകത്തെ ഏതൊരു സമ്പദ് വ്യവസ്ഥയുടെയും ജീവരേഖയാണ് ഗതാഗതം. സർ, ഇന്ത്യയുടെ GDP-യുടെ 4.5% ഗതാഗത മേഖലയിൽ നിന്നാണ്. കാർഷിക മേഖല കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ തൊഴിൽ മേഖലയാണ് മോട്ടോർ ട്രാൻസ്പോർട്ട് മേഖല. കേരളത്തിൻ്റെ കാര്യവും വ്യത്യസ്തമല്ല. ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ മേഖലയിൽ നേരിട്ട് തൊഴിലെടുക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ് തെറ്റായ നയങ്ങളുടെ ഭാഗമായി ഈ തൊഴിൽ മേഖലയിൽ നിന്ന് കടുത്ത വെല്ലുവിളി നേരിടുകയാണ്. സർ, ഇന്ത്യയുടെ റോഡ് ഗതാഗത മേഖല കോർപ്പറേറ്റുകൾക്ക് തീരരുത് നൽകുന്ന ലക്ഷ്യത്തോടെയാണ് 2019 മോട്ടോർ വാഹന ഭേദഗതി നിയമം നടപ്പിലാക്കിയിരിക്കുന്നത്. ഊബർ, ഓല തുടങ്ങിയ കമ്പനികൾക്ക് ടാക്സി മേഖല പൂർണ്ണമായും അടിയറവെച്ചു. അസാധാരണമാം വിധം പിഴ വർദ്ധിപ്പിച്ചു. 88 MV ആക്ട് പ്രകാരം 50 രൂപ ഈടാക്കിയിരുന്നത് 1000 രൂപയായി വർദ്ധിപ്പിച്ചു. വാഹന നിർമ്മാണ കമ്പനികളെ മലിനീകരണത്തിൻ്റെ പേരിൽ സഹായിക്കാവുന്ന ദുഷ്ടലാക്കോടെ 15 വർഷം പഴക്കം ചെന്ന പെട്രോൾ വാഹനങ്ങളും 10 വർഷം പഴക്കം ചെന്ന ഡീസൽ വാഹനങ്ങളും പൊളിക്കണമെന്ന നിയമം കൊണ്ടുവന്നു. പഴക്കം ചെന്ന വാഹനങ്ങൾ റോഡിൽ നിന്ന് നിരുത്സാഹപ്പെടുത്താൻ 2020 നടപ്പിലാക്കിയ ഗ്രീൻ ടാക്സ് പോളിസിയുടെ ലക്ഷ്യവും മറ്റൊന്നല്ല സർ. ചെറിയ വാഹന ഉടമകൾ, സ്വകാര്യ വാഹന ഉടമകൾ എന്നിവർ തങ്ങളുടെ വാഹനങ്ങളോട് വിട പറഞ്ഞ കുത്തക സ്ഥാപനങ്ങളുടെ ആപ്പിൻ്റെ സേവനം പ്രയോജനപ്പെടുത്തുന്നതിനും നിർബന്ധിതരാക്കപ്പെടുന്ന സാഹചര്യമാണ് ഇന്നുള്ളത്. സർ, ഗതാഗത വകുപ്പിനെ അപ്രസക്തമാക്കി വകുപ്പിൻ്റെ പങ്ക് ചെറുതാക്കുക എന്ന ലക്ഷ്യവും മോട്ടോർ വാഹന ഭേദഗതി നിയമം 2019 ഉന്നമിടുന്നുണ്ട്. അതിൻ്റെ പ്രഥമഘട്ടമായി ലൈസൻസ് വിതരണം സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് നൽകാനായി കൈക്കൊണ്ട തീരുമാനം നമുക്ക് കാണാവുന്നതാണ്. ഒപ്പം വാഹന രജിസ്ട്രേഷൻ ഡീലർമാർക്ക് തന്നെ നൽകാൻ കൈക്കൊണ്ട തീരുമാനവും ഓട്ടോമാറ്റിക് ടെസ്റ്റിംഗ് സ്റ്റേഷൻ കഴിഞ്ഞ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകാനുള്ള അധികാരം നൽകിയതും ഇതോടൊപ്പം ഗതാഗത വകുപ്പ് കൈകാര്യം ചെയ്യേണ്ട പല പ്രവർത്തനങ്ങളും സ്വകാര്യവൽക്കരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. സർ, നമ്മുടെ രാജ്യത്ത് ഈ പ്രശ്നങ്ങളെല്ലാം എടുത്തുകൊണ്ട് ഇന്ന് മോട്ടോർ വ്യവസായ തൊഴിലാളികൾ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഈ മാസം 24-ാം തീയതി മാർച്ച് 24-ാം തീയതി ഇന്ത്യയുടെ പാർലമെൻറ്റിലേക്ക് 10,000-കണക്കായിട്ടുള്ള തൊഴിലാളികൾ മാർച്ച് ചെയ്യാണ് സർ. ഇന്ധനവില വെട്ടിക്കുറയ്ക്കുക, ഡ്രൈവർമാരെ കൽത്തുറുങ്കിലടയ്ക്കുന്ന ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ 106(1), 106(2) പിൻവലിക്കുക, മോട്ടോർ വാഹന ഭേദഗതി നിയമം 2019 പ്രതിലോമകരമായ നിർദ്ദേശങ്ങൾ പിൻവലിക്കുക, രാജ്യത്തെ അസംഘടിത മോട്ടോർ തൊഴിലാളികൾക്ക് ക്ഷേമപദ്ധതി പ്രഖ്യാപിക്കുക, തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ റദ്ദാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയാണ് ട്രാൻസ്പോർട്ട് തൊഴിലാളികൾ പാർലമെൻറ്റ് മാർച്ച് നടത്തുന്നത്. സർ, നമ്മുടെ കേരളത്തിൽ ദേശീയ ഗതാഗത നിയമം നടപ്പിലാക്കുന്നതിൽ പല ഇളവുകളും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഗതാഗത വകുപ്പ് മന്ത്രിയും ഇടപെട്ട് അനുവദിച്ചിട്ടുണ്ടെങ്കിലും അവ തങ്ങൾക്ക് ബാധകമല്ലെന്ന മട്ടിൽ കേന്ദ്ര നയം നടപ്പിലാക്കി കേന്ദ്രത്തിൻ്റെ ഗുഡ് ലിസ്റ്റിൽ ഇടം പിടിക്കാനുള്ള ശ്രമം ഒരു വിഭാഗം ഉദ്യോഗസ്ഥരിൽ നിന്നുണ്ടാകുന്നുണ്ട് സർ. ഇത് തൊഴിലാളികളെ മാത്രമല്ല ഗവൺമെൻറ് തന്നെ പ്രതിച്ഛായ ബാധിക്കുകയാണ്. സമയപരിമിതി മൂലം കൂടുതൽ വിശദീകരണങ്ങൾ ഒഴിവാക്കി ഗതാഗത മേഖലയിലെ ചില പ്രശ്നങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ് സർ. ഇപ്പോൾ ഓൺലൈൻ ചെയ്ത അപേക്ഷകൾ സമർപ്പിക്കുന്നതിനും ബ്ലാക്ക് ലിസ്റ്റുകൾ, ഓൺലൈൻ വഴി ലഭ്യമല്ലാത്ത ഫീസുകളുടെ നമ്പറുകൾ, ID എന്നിവ നൽകുക തുടങ്ങിയ നിരവധി സർവീസുകൾ ലഭ്യമാക്കിയിരുന്ന കൗണ്ടറുകൾ ചില RTO ഓഫീസുകളിൽ നിർത്തലാക്കി PRO വഴി മാത്രമാക്കിയത് കാരണം ഓഫീസുകളിൽ വരുന്ന പൊതുജനങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കുന്നതിനും അപേക്ഷകൾ സമർപ്പിക്കുന്നതിനും കഴിയുന്നില്ല. അപേക്ഷ നൽകാൻ വരുന്നവർ മണിക്കൂറുകൾ ക്യൂവിൽ നിൽക്കേണ്ടി വരികയാണ് സർ. ചില RTO ഓഫീസുകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് വാതിലെല്ലാം പൂട്ടിക്കെട്ടി ഉദ്യോഗസ്ഥർ ജനങ്ങളെ കാണാതെ ഉള്ളിലിരിക്കുന്ന തരത്തിൽ പരിഷ്കരണം കൊണ്ടുവന്നിട്ടുണ്ട്. 1000-കണക്കിന് രൂപ ഫീസും മറ്റുമടച്ച് ഉദ്യോഗസ്ഥരുടെ കാരുണ്യത്തിനായി ജനം കാത്തു നിൽക്കേണ്ട അവസ്ഥയാണ് ഇതുണ്ടാക്കുന്നത്. 3 മണിവരെയെങ്കിലും ജനങ്ങൾക്ക് ഉദ്യോഗസ്ഥരെ കണ്ട് സേവനം നേടാനുള്ള സാഹചര്യം സൃഷ്ടിക്കണം സർ. തിരുവനന്തപുരത്ത് നിന്ന് കേൾക്കുന്ന പുതിയൊരു വാർത്ത, തിരുവനന്തപുരം RTOയിൽ നൽകുന്ന അപേക്ഷ ഇനി ഏത് ഓഫീസിലാകും പരിഗണിക്കുക എന്ന് ആർക്കും അറിയാൻ കഴിയില്ലത്രേ. ഫയലുകളുടെ പുറകെ കയറിയിറങ്ങിയിട്ട് ആളുകൾക്ക് സേവനം നൽകാതെ വട്ടം കറക്കുന്ന ചില ഉദ്യോഗസ്ഥന്മാരുടെ മനോഭാവത്തെക്കുറിച്ച് നമുക്കറിയാം. അപ്പോഴാണ് പൊതുജനങ്ങൾക്ക് അവരുടെ പരാതിയുടെ തൽസ്ഥിതി എന്താണെന്ന് അറിയാൻ കഴിയാത്ത സ്ഥിതി ഉണ്ടാക്കുന്നത്. സർ, ഈ നടപടി നമുക്ക് പിൻവലിക്കേണ്ടതായിട്ടുണ്ട് സർ. അന്തർ സംസ്ഥാന സർവീസ് നടത്തുന്ന ലോറികളിൽ ഒരു ഡ്രൈവർ മാത്രം മതിയെന്നിരിക്കെ സംസ്ഥാനത്തിനകത്തോടുന്ന ചരക്ക് വാഹനങ്ങളുടെയും ടാങ്കർ ലോറികളെയും തടഞ്ഞു നിർത്തി ക്ലീനർ ഇല്ലാത്തതിൻ്റെ പേരിൽ പിഴ ഈടാക്കുന്ന നടപടികൾ ഒഴിവാക്കണം സർ. റോഡ് വികസനത്തിൻ്റെ ഭാഗമായി ഓട്ടോ ടാക്സി സ്റ്റാൻഡുകൾ നഷ്ടപ്പെടുകയുണ്ടായി. ഇതിന് പരിഹാരമായി പ്രധാന റോഡുകൾക്ക് സമീപം ചുരുങ്ങിയത് 2 വാഹനങ്ങളെങ്കിലും പാർക്ക് ചെയ്യാൻ കഴിയുന്ന സ്റ്റാൻഡുകൾ തദ്ദേശ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് സ്ഥാപിക്കാൻ നടപടി ഉണ്ടാകണം സർ. ക്ഷേമനിധിയെ സംബന്ധിച്ച് വളരെ വ്യാപകമായ പരാതികളാണുള്ളത്. കോവിഡ് കാലത്ത് 19 മാസം ക്ഷേമനിധി വിഹിതം അടയ്ക്കേണ്ടതില്ല എന്ന് ബോർഡ് തീരുമാനിച്ചിട്ടുണ്ട്. പ്രസ്തുത കാലയളവ് സർവീസിനെ തടസ്സമുണ്ടാവില്ല എന്നും ആ കാലത്ത് വിഹിതമടയ്ക്കാത്തതിൻ്റെ കാരണത്താൽ ആനുകൂല്യങ്ങൾ തടസ്സപ്പെടുത്തില്ല എന്നും അറിയിച്ചതാണ്. പക്ഷേ ഇപ്പോൾ പല തൊഴിലാളികൾക്കും പെൻഷൻ്റെയും ആനുകൂല്യങ്ങളുടെയും അപേക്ഷ തിരിച്ചയക്കുന്ന സ്ഥിതിയാണ് സർ. ക്ഷേമനിധി പ്രകാരം ചികിത്സാ സഹായത്തിന് വേണ്ടി അംഗീകരിച്ച നമ്മുടെ സംസ്ഥാനത്തെയും മറ്റ് സംസ്ഥാനങ്ങളിലെയും ആശുപത്രികൾ ഏതൊക്കെയെന്നത് സംബന്ധിച്ച് വ്യക്തമായ വിവരം ക്ഷേമനിധിയിൽ നിന്ന് നൽകുന്നില്ല സർ. വാഹന അപകടം കേസുണ്ടായാൽ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് FIR-നോടൊപ്പം കൊടുക്കേണ്ടതുണ്ട്. ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കേസിന് കൊടുത്ത ക്ഷേമനിധിയിൽ ഹാജരാക്കാൻ കഴിയാതെ വരുന്നു. ഇതൊരു കാരണമായി പറഞ്ഞ വാഹനാപകടത്തിൽപ്പെട്ട തൊഴിലാളികൾക്ക് ക്ഷേമനിധി ആനുകൂല്യം നിഷേധിക്കുകയാണ്. ഇതിന് പരിഹാരമായി ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് ഫോട്ടോ കോപ്പി നോട്ടറി കൊണ്ട് അറ്റസ്റ്റ് ചെയ്ത് കൊടുത്താൽ ആനുകൂല്യം കൊടുക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കണം സർ. ക്ഷേമനിധിയിൽ അംഗങ്ങളായ അന്യ സംസ്ഥാനങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്കും ആനുകൂല്യം ലഭ്യമാക്കാൻ നടപടി ഉണ്ടാകണം സർ. അതിർത്തി പ്രദേശങ്ങളിലെ കാസർഗോഡ് ജില്ലയിലുള്ളവർ മംഗളൂരിനെയും പാലക്കാടുള്ളവർ കോയമ്പത്തൂരിനെയുമാണ് ചികിത്സക്കായി ആശ്രയിക്കുന്നത്. ആ ആശുപത്രികളെയും ചികിത്സാ പരീക്ഷയുടെ പരിധി ഉൾപ്പെടുത്തണം സർ. ക്വാറികളിൽ നിർബന്ധമായും വെയ് ബ്രിഡ്ജ് സ്ഥാപിച്ച് അനുവദിച്ചതധികം ലോഡ് കയറ്റുന്നത് ക്വാറികളിൽ തന്നെ തടയണം സർ. ക്വാറികളിൽ നിന്നുള്ള എല്ലാ ലോഡിനും പാസ് കൊടുക്കുന്ന സംവിധാനം ഉണ്ടാകണം.
സർ, ചരക്ക് വാഹന നികുതി കേരളത്തിൽ അയൽ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് 2 മുതൽ 2 ഇരട്ടിയായതിനാൽ കേരളത്തിലെ ഉടമകൾ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ അയൽ സംസ്ഥാനങ്ങളിലേക്ക് മാറ്റുകയാണ്. തന്മൂലം സംസ്ഥാന സർക്കാരിൻ്റെ വരുമാനം കുറയുന്നു. ഇത് മാത്രമല്ല സർ, കേരള രജിസ്ട്രേഷൻ ലോറികൾക്ക് ലോഡുകൾ ലഭിക്കുന്നത് കുറയുകയും മോട്ടോർ തൊഴിലാളി ക്ഷേമതി അംഗങ്ങളാകാൻ തൊഴിലാളികൾ കഴിയാത്ത സ്ഥിതിയുമാണ് ഉണ്ടായിരിക്കുന്നത്. സർ, വാഹന ടാക്സ് കുറയ്ക്കുന്ന കാര്യം അടിയന്തരമായി പരിഗണിക്കണം. സർ, ബസ്സിൻ്റെയും ടാക്സി എന്നിവയുടെ കാലാവധി 22 വർഷമാക്കിയതുപോലെ ചരക്ക് വാഹനങ്ങളുടെ കാലാവധിയും 22 വർഷമാക്കണം. സർ, ഇതെല്ലാം തന്നെ തൊഴിലാളികളെ ബാധിക്കുന്ന, വിവിധ വിഭാഗം തൊഴിലാളികൾ, ഈ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ മാത്രം വകുപ്പിൽ വരുന്നത് അല്ലെങ്കിൽ പോലും അദ്ദേഹം ഈ ട്രാൻസ്പോർട്ട് വ്യവസായത്തിൽ അതിനകത്ത് പ്രവർത്തിക്കുന്ന തൊഴിലാളികളുടെ ഉന്നമനത്തിന് കാണിക്കുന്ന പ്രത്യേകമായിട്ടുള്ള താല്പര്യം പരിഗണിച്ചാണ് സർ വിവിധ വകുപ്പുകളിൽ വരുന്ന ഉദ്യോഗസ്ഥന്മാരെയും ബഹുമാനപ്പെട്ട മന്ത്രിമാരെയും മുഖ്യമന്ത്രിയുടെയൊക്കെ സാന്നിധ്യത്തിൽ ഈ പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്ത് തൊഴിലാളികൾക്ക് അവരുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്നുള്ളതാണ് സാർ എനിക്ക് പറയാൻ. ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി. സർ, ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞ കാര്യങ്ങളിൽ വളരെ പ്രസക്തമായ ചില വിഷയങ്ങളുണ്ട്. ഇത് അദ്ദേഹം തന്നിരിക്കുന്ന ചോദ്യം അനുസരിച്ച് ഇതിൽ ഞാൻ എൻ്റെ രേഖയിലുള്ളത് 1, 2, 3, 6, 10, 11 ഐറ്റംസ് മാത്രമാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ബന്ധപ്പെട്ടത്. മറ്റേ 4, 5, 7, 8, 9, 12, 13, 14 ആഭ്യന്തരം, തദ്ദേശ സ്വയംഭരണം, ഭക്ഷ്യ റവന്യൂ വകുപ്പ്, വ്യവസായ വകുപ്പ്, വെയിറ്റ് ആൻഡ് മെഷേഴ്സ്, ഇതെല്ലാം ചേർത്തിട്ടുള്ളതാണ്. ലീഗൽ മെട്രോളജി, ഇതെല്ലാം എൻ്റെ എല്ലാ ഉത്തരങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഞാൻ ടേബിളിൽ വയ്ക്കാം. പക്ഷേ അദ്ദേഹം പറഞ്ഞതിൽ വളരെ പ്രസക്തമായ കാര്യമുണ്ട്. കാരണം കേന്ദ്ര ഗവൺമെൻറ് ഈ ട്രാൻസ്പോർട്ടിൽ കയറി മുറുകയാണ്. ഈ ഓട്ടോമേറ്റഡ് ഡ്രൈവിംഗ് സെൻറ്റർ, അതുപോലെ നമ്പർ പ്ലേറ്റ്, ഈ ടോള് പോലെ തന്നെ ഈ ദേശത്തെ വലിയ വലിയ കുത്തക കമ്പനികളിൽ നമ്മുടെ കമ്പനികളുടെ പ്രവർത്തനങ്ങൾ, അവരെ ലാഭം ഉണ്ടാക്കലും കേരളത്തിലെ ജനങ്ങളുടെയും കേരള സർക്കാരിൻ്റെയും തലയിൽ വെച്ച് കെട്ടാനുള്ള ഒരു വലിയ ശ്രമം നടക്കുന്നുണ്ട്. അതിനെ നമ്മൾ ശക്തമായി എതിർക്കും. അപ്പോൾ ഈ പുതുക്കിയ നിയമത്തിൽ പറയുന്ന പല കാര്യങ്ങളും ബഹുമാനപ്പെട്ട കോടതിയെ സമീപിച്ചുകൊണ്ട്, സഭയ്ക്കുള്ളിലായിട്ട് ഞാൻ പറയാം, ബഹുമാനപ്പെട്ട കോടതിയെ സമീപിച്ചുകൊണ്ട് ചില ആളുകൾ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് ഇതെല്ലാം പിടിച്ചു പറിച്ച് കേരളത്തിലെ ജനങ്ങളെ കൊള്ളയടിക്കാനുള്ള നടപടികൾക്കാണ് കേന്ദ്ര സർക്കാർ കൂട്ടുനിൽക്കുന്നത്. അത് വളരെ ഉറപ്പായിട്ട് പറയാം. എല്ലാ സ്ഥലത്തും ഉണ്ട്. അത് ഉദാഹരണ സഹിതം ഞാൻ ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. വളരെ ക്രൂരമായ നിലയിൽ നമ്മളെ ചൂഷണം ചെയ്ത് ഉത്തരേന്ത്യൻ കമ്പനികൾക്ക്, ഇന്ത്യയിലെ പുത്തക കമ്പനികൾക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടി അവർ നിരന്തരമായി ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഇങ്ങനെ കേസ് കൊടുക്കുകയാണ്. അതിങ്ങനെ അവരെ കോടതിയെ ഇങ്ങനെ മിസ്ലീഡ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭരായ, ഏറ്റവും ഫീസ് വാങ്ങുന്ന വക്കീലന്മാരെ കൊണ്ടുവന്ന് വാദിക്കുകയാണ്. വാദിച്ച് വേണ്ട വിധത്തിൽ ഇത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിനെ കൊണ്ടുപോകാവുന്ന തരത്തിലേക്ക് കാര്യങ്ങളെല്ലാം തുറന്നിട്ടിരിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങളെ പിടിച്ചു പറിക്കാൻ എല്ലാം തുറന്നിട്ട് കൊടുത്തിരിക്കുകയാണ് അവർക്ക്. ഇത് അപകടകരമായൊരു സാഹചര്യമാണ്. അദ്ദേഹം പറഞ്ഞതുകൊണ്ട് ഞാൻ യോജിക്കുന്നു. ഈ സർക്കാർ അതിന് വഴങ്ങില്ല. പരമാവധി ഇക്കാര്യത്തിന് വേണ്ടി നിയമ പോരാട്ടമാണെങ്കിലും പോരാടും. സുതാര്യമായി ഇതിവിടെ നടപ്പിലാക്കും. ഈ നമ്പർ പ്ലേറ്റ് അടക്കമുള്ള കാര്യങ്ങൾ സുതാര്യമായി, കാരണം ഇന്നാൾക്ക് കൊടുത്തോളൂ എന്ന് പേര് പറയുന്നില്ല എന്നുള്ള ഒഴിച്ചാൽ അതിനകത്തെല്ലാം ഉണ്ട്. ഈ സാധനം ഇന്ന മുതലാളിക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിൽ പേര് പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ. മുതലാളി വാങ്ങിച്ചോളും, നിങ്ങൾ നിന്നു കൊടുത്താൽ മതി. അങ്ങനെ ഈ സർക്കാർ നിന്നു കൊടുക്കത്തില്ല. സുതാര്യമായി ഈ നമ്പർ പ്ലേറ്റ് അടക്കം ഈ വരുന്ന എല്ലാ പദ്ധതികളും, ATS, ഇന്ന് നമ്മൾ സംസാരിച്ച ATS അടക്കം സുതാര്യമായി ടെൻഡർ വിളിച്ച് എല്ലാവർക്കും പങ്കെടുക്കാൻ അവസരം ഉണ്ടായിക്കൊടുത്ത് അത് ഏറ്റവും കൃത്യമായി സർക്കാരിന് കൂടുതൽ വരുമാനം തരുന്നതും ജനങ്ങൾക്ക് കുറച്ച് ലോഡ് വരുന്നതുമായ ആളുകൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ നടപടികളെ മുന്നോട്ട് പോകും. അക്കാര്യത്തിൽ ആശങ്ക വേണ്ട. പിന്നെ അദ്ദേഹം പറഞ്ഞത് ഈ ടിപ്പർ ലോറികളെ കുറിച്ചാണ്. ടിപ്പർ ലോറികൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് പിടിച്ചിടാറില്ല. ഓവർലോഡ് പിടിക്കണമെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവാണ്. അതെങ്ങനെ വന്നു എന്ന് വെച്ചാൽ അതുകൂടിയും ബഹുമാനപ്പെട്ട അംഗം മനസ്സിലാക്കണം. ഈ ലോറി ഉടമകൾ പരസ്പരം കേസ് കൊടുക്കാൻ, ഇവർ കേസ് കൊടുത്തിട്ട് കോടതി പറഞ്ഞു ഓവർലോഡും കൊണ്ട് പോകുന്നവരെല്ലാം പിടിച്ചാൽ മാത്രം പോരാ, ഡ്രൈവറെ ലൈസൻസ് റദ്ദാക്കുക. ഈ ഡ്രൈവറെ ലൈസൻസ് 3 മാസത്തേക്ക് റദ്ദാക്കിയാൽ അയാളുടെ ജോലി പിറ്റേ ദിവസം തന്നെ പോകും. മുതലാളി വേറൊരു ഡ്രൈവറെ വിളിക്കും. ഈ വണ്ടി ഉടമ ഈ ഡ്രൈവർ പണിയില്ലാതെ 3 മാസം വീട്ടിലിരിക്കാൻ പുതിയ ഡ്രൈവർ കയറും. പക്ഷേ ഈ ഡ്രൈവറുടെ ജീവിതം കുട്ടിച്ചോറായി മാറും. പക്ഷേ എന്താണ് കേസ് കൊടുത്താരാണ്? ഇവിടുത്തെ ലോറി ഉടമകളാണ് കേസ് കൊടുത്തത്. ഉദാഹരണത്തിന് കണ്ടെയ്നർ വന്നിറങ്ങും. ഒരു കണ്ടെയ്നർ ഇറങ്ങുമ്പോൾ അതിൻ്റെ വെയിറ്റ് എത്രയുണ്ടെന്ന് ഡ്രൈവർക്ക് അറിയാൻ പറ്റത്തില്ല. കണ്ടെയ്നർ കപ്പലിൽ നിന്ന് ഇറക്കി ലോറിയിൽ കയറ്റി വെച്ച് കൊടുക്കും. അത് ഏതോ രാജ്യത്ത് നിന്ന് ലോഡ് ചെയ്ത് വന്നാണ്, അത് ഓവർലോഡാണ് എന്ന് പറഞ്ഞിട്ട് ഫൈൻ അടിച്ച് ഡ്രൈവറുടെ ലൈസൻസ് കളയുക. ഇങ്ങനെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ പോയി ഈ ഉടമകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കേസ് പറയാൻ, ഇവരങ്ങോട്ടും ഇങ്ങോട്ടും കേസ് പറഞ്ഞ് നമ്മളെ ബുദ്ധിമുട്ടിലാക്കുകയാണ്. കാരണം ജനങ്ങളെ ഒരു താല്പര്യമോ ജീവനക്കാരെ ഒരു താല്പര്യമോ സംരക്ഷിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള വിധികൾ ഈ ഉടമകൾ വാങ്ങിവെക്കുകയാണ്. അവരിൽ നിന്ന് പിന്മാറാൻ ഒരുപാട് സംഘടനകളുണ്ട്. ഓരോരുത്തർ മാറി തിരിഞ്ഞും കേസ് കൊടുക്കുക. അതാണ് ഒരു കാര്യം. പിന്നെ അതുകൂടാതെ അദ്ദേഹം പറഞ്ഞ RTO ഓഫീസിനെ കുറിച്ച് അദ്ദേഹം സൂചിപ്പിച്ചു. ഈ പിന്നെ വേ ബ്രിഡ്ജിനെ കുറിച്ചാണ്. വേ ബ്രിഡ്ജ് വ്യവസായ വകുപ്പിൻ്റെയും വേ ബ്രിഡ്ജ് എല്ലാ ക്വാറികളിലും സ്ഥാപിക്കണം എന്നുള്ളത് വ്യവസായ വകുപ്പിൻ്റെയും ജിയോളജി വകുപ്പിൻ്റെയും ഉത്തരവുണ്ട്, നിലവിൽ ഉത്തരവുണ്ട്. അത് നടപ്പിലാക്കുന്നില്ല എന്നുള്ളതാണ്. നടപ്പിലാക്കാനുള്ള നടപടി ആ വകുപ്പ് സ്വീകരിക്കേണ്ടതാണ്.
ഈ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. അത് ഈ ഏജൻറ്റന്മാരെന്ന് പറയുന്ന സംഘമുണ്ട്, അവർ അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചതാണ്. 1 മണിക്ക് ശേഷം ഒരു ജോലിയും ചെയ്യാൻ, 1 മണിക്കൊന്നല്ല, രാവിലെ വന്നാൽ ഒരു ജോലിയും ചെയ്യാൻ ഉദ്യോഗസ്ഥരെ സമ്മതി. ഇവരിതിനകത്ത് കയറി കറങ്ങുകയാണ്. നമ്മൾ കാണുന്നുണ്ട്, ടി വിയിൽ കാണുന്നുണ്ട്. ആ ഒരു ഉദ്യോഗസ്ഥൻ്റെ കമ്പ്യൂട്ടറിൽ കയറി, ഇന്നത് ബഹുമാനപ്പെട്ട അംഗം തന്നെ പറഞ്ഞു, ഒരു ഉദ്യോഗസ്ഥൻ്റെ കമ്പ്യൂട്ടറിൽ വെളിയിൽ നിന്ന് ഒരാൾ കയറി ഓപ്പറേറ്റ് ചെയ്യാണ്, പാസ്വേഡ് വാങ്ങിച്ചിട്ട്. ഏജൻറ്റാണ് ചെയ്യുന്നത്. അത്ര ഏജൻറ്റുമാരെയും കൺസൾട്ടന്മാരെയും ഓഫീസിനകത്ത് അനുവദിക്കാൻ പറ്റത്തില്ല. 1 മണിവരെ എന്ന് നിർദ്ദേശിച്ചത്. 1 മണിവരെ എന്ത് ആവശ്യത്തിനും വരാം, എന്തും ചോദിക്കാം. പിന്നെ ഒരു സേവനത്തിനും ഇനി കൗണ്ടറിൽ പോകണ്ട, ഓൺലൈനായിട്ടാണ് എല്ലാം. പിന്നെ അദ്ദേഹം പറഞ്ഞു ക്ലറിക്കൽ സ്റ്റാഫ്, ഇതൊക്കെ വെറുതെ തെറ്റിദ്ധരിക്കുക. ഈ സഭയിൽ തന്നെ പറഞ്ഞ കാര്യമാണ്. ക്ലറിക്കൽ സ്റ്റാഫിന് ഇപ്പോൾ തിരുവനന്തപുരത്ത് ക്ലറിക്കൽ സ്റ്റാഫിന് വർക്ക് ലോഡ് കൂടുതലാണ്. അപ്പോൾ കൂടുതൽ ആളെ വേണം. പക്ഷേ കോന്നിയിലും പത്തനാപുരത്തും ക്ലറിക്കൽ സ്റ്റാഫ് വെറുതെ ഇരിപ്പുണ്ട്, പുനലൂർ ഇരിപ്പുണ്ട്, പല സ്ഥലത്തും ഇരിപ്പുണ്ട്. ഇങ്ങനെ സബ് ആർ ടി ഒ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഏറ്റവും ശാസ്ത്രീയമായ ഒരു കാര്യം ചെയ്തു. എറണാകുളത്ത് 1500 ഫയലുണ്ടെങ്കിൽ ഈ 1500 അങ്ങ് ഡിവൈഡ് ചെയ്യാം. കേരളത്തിൽ മൊത്തം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിന് 1,00,000 ഫയലുണ്ടെങ്കിൽ ഈ 1,00,000 ഫയലും ഡിവൈഡ് ചെയ്ത് എല്ലാ ഓഫീസിലും ക്ലറിക്കൽ സ്റ്റാഫിന് പോകും. അവർ 5 ദിവസത്തിനുള്ളിൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. ഞാൻ ഈ സമയത്ത് തന്നെ പറഞ്ഞു, വെച്ചുകൊണ്ടിരുന്നാൽ അവരെ ആ സീറ്റിൽ നിന്ന് സ്ഥലം മാറ്റും. ഇതാണ് തീരുമാനം. പിന്നെ എങ്ങനെ കാലതാമസം വരും? പരമാവധി വെക്കാൻ പറ്റുന്ന 5 ദിവസം. കമ്പ്യൂട്ടറാണ്, ഏത് സമയത്ത് വന്നു, എപ്പോഴും ഇൻബോക്സിൽ നിന്ന് പോയി എന്നുള്ള കാര്യം വ്യക്തമായി അറിയാൻ പറ്റും. അതുകൊണ്ട് ഒരിക്കലും ഒരു ക്രമക്കേട് നടക്കുക, സർവീസിനൊരു താമസം ഉണ്ടാവില്ല. അങ്ങ് മനസ്സിലാക്കണം. ഈ തെറ്റിദ്ധരിപ്പിക്കുകയാണ് അവർ. കാരണം അവർക്ക് പലരെയും സ്വാധീനിക്കാനുണ്ട് ആ ഓഫീസിൽ. ഇതിപ്പോൾ സ്വാധീനിക്കാൻ പറ്റത്തില്ല. കാസർഗോഡ് ഫയൽ വരുന്നത് പാറശാലയിലായിരിക്കും. അപ്പോൾ ഒരാളെയും അഴിമതി നടത്താൻ പറ്റില്ല കൃത്യമായി. അപ്പം വർക്ക് ലോഡ് കുറയും. ഒരു എറണാകുളത്തെ ഓഫീസിൽ ഒരാൾക്ക് 150 ഫയൽ ഒരു ദിവസം ഉണ്ടെങ്കിൽ ഇനി 4 ഫയലായി കുറയും. അപ്പം വർക്ക് ലോഡ് ജീവനക്കാർക്ക് കുറയാണ്. പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. പെട്ടെന്ന്. പിന്നെ ഉച്ചയ്ക്ക് ശേഷവും വന്നാൽ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുന്ന ഉദ്യോഗസ്ഥൻ, ഞാൻ പറയാം, ഒരു ഉദാഹരണം പറഞ്ഞ് നിർത്താം. ഡ്രൈവിംഗ് ടെസ്റ്റിന് ഉദ്യോഗസ്ഥൻ, ഫിറ്റ്നസ്സിന് പോകുന്ന ഉദ്യോഗസ്ഥൻ, അവിടെ വെച്ച് എല്ലാം രേഖപ്പെടുത്തിയതിനു ശേഷം ഇദ്ദേഹം ഓഫീസിൽ വന്ന് 2-2:30 മണിയോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ പാസ്വേഡ് ഓപ്പൺ ചെയ്ത് ഈ ജയിച്ചവരെയും തോറ്റവരെയും ലിസ്റ്റിൽ കയറ്റുന്നത്. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ മേശയുടെ മുമ്പിൽ 2 ആളുകൾ അന്വേഷണമായിട്ടിരിക്കേണ്ട കാര്യമില്ല. ഇത് ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ ഈ വകുപ്പിൽ മുൻപിരുന്ന മന്ത്രിയും അവർ ഏർപ്പെടുത്തിയൊരു സംവിധാനം ഫ്രണ്ട് ഓഫീസ് സംവിധാനമാണ്. ഈ LDF ഗവൺമെൻറ് തന്നെ ഉയർത്തിപ്പിടിച്ചൊരു കാര്യം, ജനങ്ങൾക്ക് ഫ്രണ്ട് ഓഫീസ്, എല്ലാ സർക്കാരും പറഞ്ഞത് ഫ്രണ്ട് ഓഫീസിൽ വന്ന കാര്യം. പഞ്ചായത്തിൽ എന്താണ് ഫ്രണ്ട് ഓഫീസിൽ വന്ന കാര്യം സാധിച്ചു പോവുകയാണ്. എല്ലാവരും എന്തിനാണ് ഈ ഓഫീസിനകത്ത് കയറുന്നത്? എന്തിനാണ് മറ്റ് ക്ലർക്കന്മാരുടെയും സൂപ്രണ്ടന്മാരുടെയും മേശയുടെ മുമ്പിൽ പോയിരിക്കേണ്ട കാര്യം എന്താ? മേശപ്പുറത്തിരുന്ന ഫയലെടുത്ത് പരിശോധിക്കേണ്ട. അതുകൊണ്ട് ഉച്ചയ്ക്ക് 1 മണി വരെ തുറന്നു വെച്ചിട്ടുണ്ട്. PRO അവിടെയുണ്ട്. ഉച്ചയ്ക്ക് ശേഷം വിവരങ്ങൾ കൊടുക്കാം. ഇനി ഓട്ടോമേറ്റഡ് ഒരു സംവിധാനം വരാൻ പോവുകയാണ്. നിങ്ങൾക്ക് എന്ത് എൻക്വയറി ഉണ്ടെങ്കിലും അത് പറഞ്ഞു തരും വന്നു കഴിഞ്ഞാൽ. പിന്നെ ഏത് കാര്യം അറിയണമെങ്കിൽ മൊബൈൽ ഫോൺ എടുത്ത് നോക്കിയാൽ, വാഹന സൈറ്റിൽ കയറി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പിന്നെ മോട്ടോർ വെഹിക്കിൾ MVD കേരളയുടെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ എല്ലാ കാര്യവും അറിയാം. പിന്നെ കാശ് കൊടുത്തേ കാര്യം അറിയൂ എന്നാരെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ, കാറ്റ് കൊടുത്ത് അറിയേണ്ട കാര്യമാണെങ്കിൽ അതറിയണ്ട, അത് പിറ്റേ ദിവസം രാവിലെ അറിഞ്ഞാൽ മതി. അതുകൊണ്ടാണ് ഉച്ചയ്ക്ക് ഇത് അടയ്ക്കുന്നത്. ഉച്ചയ്ക്ക് അടച്ചിടുന്ന വെച്ചാൽ ആളുകൾ കയറുകയാണ്, അനാവശ്യമായി ഫയലുകൾ എടുത്തുകൊണ്ട് പോവുകയാണ്. ഇതെല്ലാം നടന്നു. ഇതൊന്നും നമ്മളിനി അനുവദിക്കാൻ പറ്റത്തില്ല. എല്ലാം ഫയലിംഗ് ആണ്. അതുകൊണ്ട് താമസം വരത്തില്ല. കേരളം മുഴുവൻ ഡിവൈഡ് ചെയ്ത് പോകുമ്പോൾ ഇത് വളരെ വേഗത്തിൽ പ്രോസസ്സ് ചെയ്ത് ആൾക്കാർ കിട്ടും. ഇപ്പോൾ ഈ മലപ്പുറം, തൃശ്ശൂർ സ്ഥലങ്ങളിലാണ് ചില കാലതാമസം റിപ്പോർട്ട് ചെയ്യുന്നത്. ബാക്കി എല്ലാ സ്ഥലങ്ങളും സുതാര്യമായി പോവുകയാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞ കാര്യങ്ങൾ പലതും ശരിയാണ്. പക്ഷേ ഇതിൽ ചില കാര്യങ്ങൾ അദ്ദേഹത്തെ ഇതിനിടയിൽ കൂടെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. അത് തൊഴിലാളികളുമായി ബന്ധപ്പെട്ടതല്ല. ഈ ഓട്ടോ കൺസൾട്ടൻ്റ് എന്ന് പറഞ്ഞ് ആളുകളിൽ നിന്ന് പണം വാങ്ങി വ്യവഹാരം നടത്തുന്ന, ഇടയിൽ നിന്ന് ഇടനില പരിപാടി നടത്തുന്ന ചില ആളുകൾക്ക് ചില ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. അവരെ ആക്രമിക്കുന്നില്ല, അവരെ ഉപദ്രവിക്കുന്നില്ല. ജനങ്ങൾക്കെല്ലാം സുതാര്യമാക്കി കൊടുക്കുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ നിലപാട്. ആ നിലപാട് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹത്തിന് മറുപടിയിലുണ്ട്. അദ്ദേഹത്തിന് നിർദ്ദേശപ്രകാരം എല്ലാത്തിൻ്റെയും മറുപടി ലഭ്യമായി എല്ലാ വകുപ്പിൽ നിന്നും. മറ്റ് വകുപ്പുകളിലെ എല്ലാം ബഹുമാനപ്പെട്ട മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ഇക്കാര്യത്തിൽ കൃത്യമായ മറുപടി തന്നിട്ടുണ്ട്. ഞാൻ ടേബിൾ ചെയ്യാം. സാർ അങ്ങ് പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയുള്ളത് തന്നെയാണ് സാർ. നിശ്ചയമായിട്ടും വിവിധ വകുപ്പുകളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് മോട്ടോർ വ്യവസായത്തിൽ പണിയെടുക്കുന്ന തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ. അങ്ങയുടെ നിയന്ത്രണത്തിൽ മാത്രം വരുന്ന കാര്യമല്ല, അങ്ങയുടെ നിയന്ത്രണത്തിൽ വരുന്ന കാര്യങ്ങളൊക്കെ തന്നെ അങ്ങ് നന്നായിട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് സന്തോഷമുള്ള ഒരു കാര്യമാണ്. സാർ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഇതുമായി ബന്ധപ്പെട്ടൊരു നിവേദനം ഞങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട് സാർ. സാർ, അങ്ങ് ഈ വ്യവസായത്തിൻ്റെ പൊതുവായിട്ടുള്ള ഒരു മന്ത്രി എന്നുള്ള നിലയിൽ ബഹുമാനപ്പെട്ട വിവിധ വകുപ്പുകളിലെ മന്ത്രിമാരെയും ഉദ്യോഗസ്ഥന്മാരെയും മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ വിളിച്ചു ചേർത്ത് ഈ വിഷയങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ കുറച്ച് സമയം കണ്ടെത്താൻ വേണ്ടി പരിശ്രമിക്കുമോ? മുഖ്യമന്ത്രിയോട് ഇക്കാര്യം ആലോചിച്ച് ആവശ്യമായിട്ട് തീരുമാനം. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം, അങ്ങ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് സാർ ഇത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും അദ്ദേഹത്തോട് ഇത്തരത്തിലൊരു പൊതുവായ യോഗം എല്ലാവരെയും വിളിച്ചു ചേർത്ത്, ബന്ധപ്പെട്ടവരെ വിളിച്ചു ചേർത്ത് യോഗം വിളിക്കണമെന്നുള്ള അഭ്യർത്ഥന അടിയന്തരമായി മുഖ്യമന്ത്രിക്ക് നൽകുന്നതായിരിക്കും.